സുഹൃത്തുക്കളെ, ഫോട്ടോഗ്രാഫിയുടെ ആദ്യകാലങ്ങളിൽ തന്നെ രൂപം കൊണ്ട ഒരു കലാരൂപമാണ് യുദ്ധ ഫോട്ടോഗ്രാഫി. സാങ്കേതിക വളർച്ചയ്ക്ക് യുദ്ധം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ അധികം പരിചിതമല്ലാത്ത ഒരു യുദ്ധ ഫോട്ടോഗ്രാഫിന്റെ കഥയാണ് ഇന്നത്തെ എൻ്റെ ചിത്രകഥയിൽ. മരണനിഴലിൻ്റെ താഴ്വര എന്ന പേരുള്ള 1855 പ്രസിദ്ധീകരിക്കപ്പെട്ട റോജർ ഫെൻറ്റണിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. റഷ്യക്കെതിരെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, തുർക്കി, സാർഡാനിയ എന്നീ രാജ്യങ്ങൾ നടത്തിയ 3 വർഷം നീണ്ട ക്രൈമിയൻ യുദ്ധത്തിൻ്റെ വളരെ കുറച്ച് ഓർമ്മകളെ നമുക്ക് ലഭ്യമായുള്ളൂ. യുദ്ധത്തെ വീക്ഷിക്കുന്ന രീതിയെ സമൂലമായി മാറ്റുന്നതായിരുന്നു അതിനെക്കുറിച്ച് പുറത്തു വന്ന പത്ര റിപ്പോർട്ടിൻ്റെ പരമ്പര. അതിനു മുൻപ് നായക പരിവേഷമുള്ള സാങ്കല്പിക സൃഷ്ടികളിലൂടെയാണ് യുദ്ധത്തെക്കുറിച്ച് പൊതുസമൂഹം അറിഞ്ഞിരുന്നത്. 1855 ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫറായ റോജർ ഫെൻറ്റൺ പെനിൻസുലയിലെ കരിങ്കടൽ താഴ്വരയിൽ തൻ്റെ ക്യാമറയുമായി വന്നിറങ്ങി യുദ്ധത്തിൻ്റെ നിജസ്ഥിതി വെളിവാക്കുന്ന രീതിയിൽ ചിത്രങ്ങൾ പകർത്തിയോടെയാണ് യുദ്ധ ഫോട്ടോഗ്രാഫിയുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളായ 360 ചിത്രങ്ങളിൽ നാം ഇന്ന് കാണുന്ന യുദ്ധത്തിൻ്റെ പല ക്രൂരതകളും ഇല്ലായിരിക്കാം. എന്നിരുന്നാലും സാങ്കല്പികമായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രങ്ങൾക്ക് ഒരു ബദൽ മാർഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫുകൾ. മരണനിഴലിൻ്റെ താഴ്വര എന്ന ഈ ചിത്രത്തിൻ്റെ തലക്കെട്ട് ക്രൈമിയൻ യുദ്ധസമയത്ത് വിനാശകരമായ സൈനിക നീക്കത്തെ വിവരിക്കുന്ന ആൽഫ്രഡ് ലോ ടെന്നിസിൻ്റെ ദി ചാർജ് ഓഫ് ദി ലൈറ്റ് ബ്രിഗേഡ് എന്ന കവിതയിൽ നിന്നുള്ളൊരു വരി കടമെടുത്തതാണ്. റോജർ ഫെൻറ്റണിൻ്റെ ബീരങ്കിപ്പന്തുകൾ നിറഞ്ഞ വിജനമായ മലയിടുക്കിൻ്റെ ഈ ചിത്രം ചർച്ചാ വിഷയമാവുന്നത് അതിൻ്റെ ചിത്രീകരണ മികവ് കൊണ്ട് മാത്രമല്ല, മറിച്ച് നാടകീയമായ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഫോട്ടോഗ്രാഫുകളെ ക്രമമായി കൈകാര്യം ചെയ്ത രീതിയും കണക്കിലെടുത്താണ്. ഫോട്ടോഗ്രാഫുകളെ വാർത്താ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ച് യുദ്ധത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ ജനങ്ങളിലേക്ക് എത്തിച്ച് ഫോട്ടോഗ്രാഫിയെയും പത്രപ്രവർത്തനത്തെയും സമഗ്രതയോടെ അവതരിപ്പിച്ച ആദ്യകാല ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളായി റോജർ ഫെൻറ്റൺ മാറുന്നു. ഇനി ഈ ചിത്രം ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഈ കഥയും ചേർത്ത് കാണാൻ ശ്രമിക്കുമല്ലോ. ഇതുപോലെയുള്ള ചിത്രങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി.